ഞങ്ങൾ ദുബായ് റിവർലാൻഡിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ റിവർലാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ നിന്ന് മുബഷിറുണ്ട്, മുബഷിൻ്റെ വൈഫുണ്ട്, അതേമാതിരി ഷാമോനുണ്ട്. അവർ ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഓരോരോ ടിക്കറ്റ് അടിച്ചെടുത്തോ, ഒന്നും മതി. ഏത് ടിക്കറ്റ് എല്ലാം കിട്ടുമോ? അതിനൊക്കെ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും ഫുഡിനൊക്കെ. അപ്പോൾ ഇതിനുള്ളിൽ കറങ്ങാൻ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ, ഈ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. താഴത്തെ വീൽ ചെയറിന് 50 റംസ് ഫുൾ ഡേ. വീൽ ചെയറിന് വരെ ക്യാഷ് കൊടുക്കണം അവിടെ. അപ്പോൾ പെർ ഹെഡ് ഇവിടെ 20 റംസായിരുന്നു. ഷാമോന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നിൽക്കുന്നു, ടിക്കറ്റ് എടുത്ത് വരും. മുബഷിറിൻ്റെ വൈഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 1000 എൻട്രൻസാണ്, അതിലൂടെയാണ് കയറല്. ഷാമോൻ ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് 80 റംസിന് നമുക്ക് ഇതിനുള്ളിൽ എന്തും കഴിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനുള്ളിൽ കയറി. ഇവിടെ ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ മക്കളെ. പിന്നെ വന്ന് ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെ കുറേ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോകാനുള്ള ലഗൂൺ ലാൻഡ്, അങ്ങനെ കുറേ അറേഞ്ച്മെൻറ്റ്. നമ്മളിങ്ങനെ പോണത് ലെഫ്റ്റിലോട്ടാണ് ഇവർ പോകണം. അപ്പോൾ നമുക്കും ലെഫ്റ്റിലോട്ട് ഇങ്ങനെ നീങ്ങാം. അതാ ഇവർ റൈറ്റിലോട്ടാണ്, നമുക്ക് റൈറ്റിലോട്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഈ ഡയറക്ഷനിലോട്ടാണ് ഫ്രഞ്ച് വില്ലേജ് പോണത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ഫ്രഞ്ച് വില്ലേജിലോട്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ കുറേ നല്ല രസമുള്ള പഴയൊരു സ്റ്റൈൽ കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്രഞ്ച് സ്റ്റൈൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും പിന്നെ ഇവിടെ കുറേ റിവർ ഉണ്ട്, പേര് പോലെ തന്നെ റിവർ, ഒരു ലേക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി കാണാം. നമ്മുടെ ഫോട്ടോ ഷാമോച്ച ഫോട്ടോ കഴിച്ചോണ്ടല്ലേ ഇവിടെ എന്തൊക്കെ ലൈറ്റിങ്, അതുപോലെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ നല്ല രസമാണെന്ന് വിചാരിക്കണത് കാണുമ്പോൾ. എന്നാൽ ലാസ്റ്റ് ഒന്നും ഇവിടെ അപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടായി. ഇവിടെ കുറച്ച് മാസങ്ങൾ പറഞ്ഞാൽ ഒരുമാതിരി മാറ്റങ്ങളുണ്ട്. ലെഗോലാൻഡ്, ഇത് ലെഗോലാൻഡ് ദുബായ് ഞാൻ കണ്ട് കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിക്കണേ റിവർലാൻഡിൻ്റെ ടിക്കറ്റ് എടുത്തിക്കണേ. ലെഗോലാൻഡൊക്കെ വേറെ ഇടാം. അതിൻ്റെ എൻട്രൻസ് ഒക്കെ നമ്മൾ റോഡിൽ വരുമ്പോൾ കണ്ടില്ലേ, വേറെ സ്ഥലത്താണ്. എവിടെ സാധനം? ഏത് മമ്മൂക്കാൻ്റെ ഫോട്ടോ, ഒരേ പൊളി. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കയറണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. ഈ ലെഗോലാൻഡിൻ്റെ ടിക്കറ്റ് വേറെ ഉണ്ടാവും. അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ടല്ല അവിടെ ആണ് ടിക്കറ്റ് കൗണ്ടർ. ഇപ്പം നമ്മളെടുത്തിരുന്ന ടിക്കറ്റ് റിവർലാൻഡാണ്. ഇവിടുത്തെ റിവർ ഇത് വരുന്നത്. റിവറിൽ നോക്കുമ്പോൾ ഇവിടെ മറ്റേ ചെറിയത് ബോട്ടാണോ, ബോട്ട് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ട്. അതിൻ്റെ എംഫോർട്ടൊക്കെ ഉണ്ടല്ലോ, ഓനിതേ മറ്റേ ഡ്രമ്മൊക്കെ സാധനം ഉണ്ടാക്കിയെന്നല്ലേ എന്നാമാതിരി, അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ കാണുന്നുണ്ട് സൈഡിൽ. നമുക്ക് അവിടെ പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. പിന്നെ നമ്മൾ കൂടെ വന്നവരൊക്കെ നടന്ന് പോയിട്ടുണ്ട്. പോയാൽ നമുക്ക് സ്പോർട്സ് ബോളിവാർഡ് എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സിനെ പറ്റില്ല, നമുക്ക് അവിടെ പോയാൽ എന്താ സംഭവം എന്നുള്ളത്. രണ്ട് സൈഡിൽ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലും സൈഡിലും രണ്ട് ഭാഗത്തും കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ മെയിൻ പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫ്രീ വൈഫൈ ഉണ്ട്. നല്ല ഫുൾ റേഞ്ച്, അടിപൊളി ഫ്രീ വൈഫൈ. ഞാൻ ചെക്ക് ചെയ്ത് സംഭവം അടിപൊളിയാണ്. എനിക്കൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ നടക്കണേ. ഷാമനിവിടെ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു രംഗങ്ങൾ കാണാം. താങ്കൻ ചേട്ടനാ. ആൾക്കാരൊക്കെ പോയിട്ട് എടുക്കണം, നമുക്ക് രാത്രി വരാം. ഏത് സ്പോർട്സ് ബോളിവാർഡ് പോടും. അങ്ങനെ ഇവിടെ എന്തൊക്കെ ഓണത്തിന് പൂക്കളുടെ മന എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സംഭവം രസമുണ്ട്.
ആ റിയൽ മാൻഡ്രിഡ്, അതാ റിയൽ മാൻഡ്രിഡ് എവിടെ? ഞങ്ങൾ നോക്കി വന്ന സാധനത്തി റിയൽ മാൻഡ്രിഡ്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് കയറിയൊക്കെ ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ പോയി കാണാം. ഇവിടെ നമുക്ക് റിയൽ മാൻഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറൊക്കെ ഉണ്ട്. ഞാൻ ഒരു ബ്രാൻഡുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. ഇവിടെ കുറേ ബാഗും കാര്യത്തിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ റിയൽ മാൻഡ്രിഡിൻ്റെ ഡ്രസ്സ്, വേഴ്സേസിൻ്റെ ഡ്രസ്സൊക്കെയാണ് റിയൽ മാൻഡ്രിഡ്. ഇവിടെയാണ് അതിന് എൻട്രൻസ് വരുന്നത്. റിയൽ മാൻഡ്രിഡിൻ്റെ ടിക്കറ്റും കാര്യങ്ങളും യെസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കൽ. ഈ ഒരു ബിൽഡിങ്ങിനുള്ളിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എൻട്രി ചെയ്ത് കയറുന്നതാണ്. ഇവിടെ ഒരു രാജ്മഹൽ, ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരികയാണ് സ്ഥലത്ത്, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ രാജ്മഹൽ പള്ളി വരെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പള്ളി തന്നെയാണോന്ന് അറിയില്ല. ആരും അങ്ങോട്ട് പോകണ കാര്യമൊന്നും കാണില്ല. ചിലപ്പോൾ ഇതിനുള്ളിലൂടെ കയറി എൻട്രൻസ് ഉണ്ടാവില്ല, അറിയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഞാനവിടെ ടിക്കറ്റിന് റേറ്റ് ചോദിച്ചപ്പോൾ റിയൽ മാൻഡ്രിഡിൻ്റെ ഉള്ളിൽ കയറാൻ പെർ പേഴ്സണ് വരുന്നത് 330 dirhams ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു എൻട്രൻസ് വഴി നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കാനും ഒക്കെ ഫ്രീ ആണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോട്ടോ ഒക്കെ അടിക്കാൻ നമുക്ക് അതിനൊക്കെ അലൗഡ് ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ഈ റിയൽ മാൻഡ്രിഡിൻ്റെ ഈ ഒരു അകത്തോട്ട് പോകണമെങ്കിലാണ് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർ ഹെഡ് 330 dirhams ആണ് ടിക്കറ്റ് വരുന്നത്. അത് എടുത്തിട്ട് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറാം. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ഉള്ളിൽ കുറേ ബോൾ കൊണ്ട് ഓരോ സ്കിൽസൊക്കെ അവിടെ ഉള്ളിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നോക്കി കാണാം നമുക്ക്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ കാര്യങ്ങളൊക്കെ. അതവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയി കാണാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിവസം പോകും, കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഇതുവരെ വന്നതാണ്. അപ്പോൾ ഷാമോനുടെ ഫ്രണ്ടിൽ പോയിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമുക്കിനി ഇവർക്ക് എടുത്തു കൊടുക്കാം. നിങ്ങൾക്ക് എടുക്കണം ആ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോസ്? പിന്നെ അല്ല, ഞാൻ എടുത്തുതരാം. വരി. ഇത് ഞാൻ പറഞ്ഞത് പുറത്തു നിന്നുണ്ടാവും താജ്മഹൽ അറിഞ്ഞു. ഇവിടെ വന്നപ്പോൾ പേര് മാറ്റുന്നത് രാജ്മഹലാണ്. താജ്മഹലല്ല, സ്പെല്ലിങ് ചെറിയ മാറ്റങ്ങളുണ്ട്. സംഭവം രസമുണ്ട്. ഇത് ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാന്ന് തോന്നുന്നു. ആരും ഉള്ളിലോട്ട് കടക്കണം പോകണമെന്നും കാണില്ല. ഫുള്ള് ഡോറൊക്കെ അവിടെ ഡോറ് പോലൊരു സംഭവം ഉള്ളിലോട്ട് കടക്കാനുള്ള സംഭവം ഒന്നും കാണില്ല. സംഭവം നല്ല രസമുണ്ട്, കാണാനുള്ള ഭംഗിയുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലും എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബാരിക്കേഡ് വെച്ച് ഇവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇത് മറ്റേ രാജ്മഹൽ ഇവർ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വീഡിയോ എടുത്തോ ഇവിടെ നോക്കും. ഇവിടെ ഒരേ ഫോട്ടോഷൂട്ട്, ഇരുന്നിട്ട് നിന്നിട്ട് ചാരി നിന്നിട്ട്. അങ്ങ് ഇവിടെ നോക്കുമ്പോൾ ക്ഷാമുണ്ട്. ഇവിടെ ഇങ്ങനെ മാറി നിൽക്കണ്. പോയേക്കട്ടെ അവനെ ഷമോൻ, എന്താ പരിപാടി എടുക്കണ്? നമുക്ക് ആ വരുമ്പോൾ കണ്ട് ബ്രിഡ്ജിമേ കയറണം കേട്ടോ. അവിടെ ആ പോയിന്റിനെ ക്രോസ് കൊടുത്തു. ഇവിടെ തന്നെ നടന്ന് ഇന്ന് വരും പോവും അടുത്ത സ്ഥലത്തോട്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഏരിയത്തെ കാഴ്ചകളത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഞാൻ ബ്രിഡ്ജിമേ കയറിയിട്ട് അപ്പുറം കിടക്കണം. അവിടെ രണ്ടുപേരും ഫോട്ടോ, അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണാം നമുക്ക് പോയിട്ട്. നമുക്ക് അടുത്ത ഫോട്ടോഷൂട്ട് കാണാം. ഇക്കാനി പോസുകൾ ഇങ്ങനെ കണ്ടോളി. ഏത് ഫോട്ടോഗ്രാഫർ ഷാമോനി. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്തോടെ വന്നത്. നമ്മൾ നേരത്തെ വന്നത് ഈ ഒരു സൈഡിൽ നിന്ന് വന്നത്. ഇവിടെ മറ്റേ എന്താ പറയുക ഫ്രഞ്ച് വില്ലേജ്. നമ്മളിഞ്ഞി പോണത് ഇങ്ങോട്ടാണ്. നമുക്ക് ഇനി ആദ്യം ഇങ്ങോട്ട് പോയി മുന്നായിട്ട് ചായ കുടിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോവാം. നമുക്കിനി പോകാനുള്ളത് അതോ കാണുന്ന ബ്രിഡ്ജുണ്ടല്ലോ മേലെ കണ്ടെങ്കിൽ അതൊന്ന് കയറി ഇറങ്ങണം. അതേമാതിരി തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, അതൊക്കെ കയറി ഇറങ്ങണം. അവിടെ മേലെ കുറേ ആൾക്കാർ ഇവിടെ നോക്കിയാൽ കാണാം. കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം നേരത്തെ ഓടുന്ന് പറഞ്ഞല്ലോ, വെള്ളച്ചാട്ടമല്ല. ഇവിടെ വന്നപ്പോൾ സംഭവം മനസ്സിലായത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം സംഭവം വെള്ളച്ചാട്ടമല്ല ഗായ്സ്. ഇതാണ് സാധനം. ആ ഒരു ചക്രം വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കറക്കി വിടണം ഇവിടെയും. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്തൊക്കെ കാണാം. അത് എന്തിനു വെച്ചാന്ന് എനിക്കറിയില്ല. വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സംഭവമാണോ എന്ന് അറിയില്ല, എന്തോ ആണ്. നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ഈ വെള്ളവും അതേമാതിരി ഫ്രണ്ടിൽ ഫുള്ള് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ബിൽഡിങ്ങുകളും ഈ ബ്രിഡ്ജും. പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന പോലെയല്ല, ഇവിടെ ഇപ്പോൾ ആൾക്കാർ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ ലൈറ്റ് ഇടും തോന്നുന്നു. ഈ സാധനം അതേമാതിരി ഈ ഒരു ഇത് നമ്മൾ വന്നിട്ട് ആദ്യം കേരള ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ മോശം ഗേറ്റ് ഉണ്ട്. മുബഷിർ പറഞ്ഞത് അങ്ങോട്ട് പോകേണ്ടതാണ്, വളരെ മോശം ഗേറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിമേ കയറാൻ വേണ്ടി ഇങ്ങോട്ട് പോവുകയാണ്. ഈ പടികളൊക്കെ കയറി പടി കയറി പോകണം. പടി കയറി ഇവിടെ ബാക്കിൽ എന്തൊക്കെയോ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് റൈഡാണ് തങ്ങാൻ വന്നിട്ട് തല കുത്തി മറിഞ്ഞു കൊണ്ടുപോകും. റൈഡ് തുടങ്ങി അവിടെ എത്തുമ്പോഴത്തേന് ആള് ബാക്കി ഉണ്ടെങ്കിൽ ഓക്കെ, തല കുത്തി കൊണ്ടുപോകുന്ന റൈഡൊക്കെയാണ്. ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ ഇവിടെ നിന്ന് എൻട്രൻസ്. ഇവിടെ കയറി നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകണം. നോക്കാം ബ്രിഡ്ജിൻ്റെ മേലെ കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും ഈ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ടാണ് വരണേ. ഞാൻ ആദ്യമായിട്ട് വന്നിട്ടില്ല. സത്യം ഞാൻ ആദ്യമായിട്ട് വരണേ. ഈ നമ്മളെ വിളിച്ചില്ല, ഈ ഒറ്റപൂതി കളിച്ച്. നേരത്തെ പറഞ്ഞ റൈഡ് വരണേ. കൊണ്ടു തല മറിച്ച് കൊടലൊക്കെ മറിഞ്ഞ് ഈ ബ്രിഡ്ജിൻ്റെ സെൻറ്ററിൽ വന്നിട്ടുള്ള വ്യൂസ് ഇതൊക്കെയാണ്. ഇതിൽ കൂടെ നമ്മൾ നേരത്തെ കിടന്നത്. ഇവിടെ എന്തൊക്കെ റൈഡും കാര്യങ്ങളൊക്കെ റൈഡെല്ലാം എന്താ വെച്ചാൽ ചെമ്പിൻ്റെ അവിടെ ബോർഡ് കാണുന്നുണ്ട്. അതിൻ്റെ കാറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ആര് വന്ന് കുത്തി പൊട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ ആ ട്രാക്ക് അവർ ഇല്ല, ഈ ഒരു ട്രാക്കിലൂടെ മാത്രമേ കറങ്ങി വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട റൈഡ് അതാണ് സൈഡിൽ നിന്നുണ്ട്. തല കുറ്റി മറിച്ച് കൊണ്ടേ റൈഡ്. പിന്നെ വേറെയും കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതേമാതിരി നമ്മുടെ ഒരു റോഡ് കോസ്റ്ററിൻ്റെ കാണുന്നുണ്ട്. ഈ കണ്ടേ സംഭവം അടിപൊളിയാണ്. വന്നു കഴിഞ്ഞാൽ കുറേ എൻജോയ് ചെയ്യാൻ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സാമാനത്തിൻ്റെ വിഷമിച്ച് ഫോളോ ചെയ്യണം. താളൊക്കെ അടിച്ച് ഞാൻ വിഷമിച്ചിരിക്കണ വിചാരിച്ചു. എവിടെയാ JBL സ്പീക്കർ വെച്ച് ദൂരിട്ട് വിട്ടേക്ക് ഞങ്ങളൊന്നിച്ചാണെന്ന്. ഈ ഒരു ഏരിയ അടിപൊളിയുണ്ട്. അങ്ങനെ വളഞ്ഞിട്ട് കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നു നടത്തിയിട്ട് ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ മേലെ കയറുന്ന പ്ലാൻ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഒന്നുമില്ല, നടന്ന് ഞാൻ അവിടേക്ക് എത്തണം. പിന്നെ ഈ ബ്രിഡ്ജ് മേലെ കയറിയ കാഴ്ചകൾ തന്നെയാണ് അവിടെയും കാണാനുള്ളത്. ഇതൊക്കെ നല്ല രസമുള്ള വേറെ കുറേ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരു കവാടത്തിൻ്റെ കൂടി കിടക്കുന്ന പോലത്തെ ഒരു ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, ഇരിക്കാനുള്ളൊരു ഹാങ് ഔട്ട് ചെയ്യാനുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വേറൊരു വലിയ കവാടം കാണാം. നല്ല രസമുണ്ട് കാണാൻ. ഇതിന് അപ്പുറത്തോട്ട് എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഇതിലൂടെ നോക്കിക്കൊണ്ട് നമുക്ക് തിരിച്ച് അവരത്തോട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നില്ല, ഇതൊരു റോഡ് സൈഡിൻ്റെ അങ്ങോട്ടുള്ള ഇതാണ്. അപ്പോൾ തിരിച്ച് ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിക്കറ്റ് എടുത്തതിൻ്റെ എന്തോ ഒരു ഓഫറുണ്ട്. ബാക്കി ക്യാഷ് നമുക്ക് കൊടുക്കുന്നില്ല, കഴിക്കാൻ 20 ദിറംസിന് എന്തോ. എല്ലാവരും കൂടി മെക്ഡൊണാൾഡ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവിടെ എന്താണ് 20 ദിറംസിന് ഇന്നെ കൂട്ടാതെ. ബർഗർ